ഹലോ ഗൈസ്, ഇത്രയും മനോഹരമായ സോസേജ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. സോ നമുക്ക് കണ്ടിട്ട് വരാം. നമുക്കിത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കാം. നമുക്ക് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം, സോസേജ് വേണം, വീണ്ടും പച്ചമുളക് വേണം, സവാള വേണം. എന്തിനാണ് പച്ചമുളക് രണ്ടായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്? അത് ഇത് പാവയ്ക്ക് മെഴുക്കിനും ഇത് സോസേജ് കറി. നമ്മൾ സോസേജിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് വലിയ പീസല്ലേ? തീരെ കുഞ്ഞായി കഴിഞ്ഞാൽ മൊത്തത്തിൽ കരിഞ്ഞു വരും. നമ്മളത് ആദ്യം നമ്മൾ കരിച്ചിട്ടാണ്, അല്ല മീൻസ് നമ്മൾ വറുത്തിട്ടാണ് ഇത് കറിക്കിടുന്നത്. ചെയ്യേണ്ടത് സോസേജ് ആദ്യം ഫ്രൈ ചെയ്യണം. നമ്മൾ പാൻ എടുപ്പത്ത് വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം. ശുദ്ധമായ കോക്കനട്ട് ഓയിൽ. നമുക്കിതിങ്ങനെ വെതറി കൊടുക്കാം. അപ്പോഴത്തേക്ക് കരിഞ്ഞോ ഉണ്ടോ? ഇതാണെനിക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് ഫ്രൈ ആയി വരും. നമുക്കധികം തീ കുറച്ച് വെക്ക്. നമുക്കധികം സമയമേ വേണം നമ്മളോട് പരീക്ഷിക്കുന്നത്. ഇത് ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി അത്ര ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. നമുക്കിതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കളർ നമുക്കൊരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫൈനലി അവർ സോസേജ് കറി ഈസ് റെഡി. ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, ചൂടാണ് കുറച്ച്. നല്ലല്ലേ? കൊള്ളില്ലേ? ഇത്തിരി കൂടുതലാണ്. ഞാൻ കുരുമുളക് ഇട്ട് വിരകി വെച്ചത് അല്ലേ? ഞാൻ പഠിപ്പിച്ചോ എല്ലാം നീ ചെയ്തു. അതാ നന്നായിട്ടുണ്ട്. ഇത് ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന പോലെ പറയാ നീ. അന്ന് ഞാൻ ചിക്കൻ എനിക്ക് എരിവ് വലുതായിട്ട് തോന്നണം. ഞാൻ കൊച്ചിക്കാരായത് കാരണം എരിവ് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിക്കാരനോട്ട് പോയിന്റ് ഇത്തിരി കൂടി എരിവ് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്.